എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റോസാ ചെടിയുടെ ഇലകളൊക്കെ മുരടിച്ചു പോകുന്നു, മുട്ടുകളൊക്കെ വിരിയാതെ കരിയുന്നു, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ ഇതോടെ മാറുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നീം ഓയിൽ അഥവാ വേപ്പെണ്ണയാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ കുപ്പിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നഴ്സറികളിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 35 രൂപയ്ക്കാണ് വില. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നീം ഓയിൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഒന്നുകിൽ നമുക്ക് കായം പൊടി ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള കായം കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് അത് ഇട്ടാലും മതി. അതാണ് കൂടുതൽ എപ്പോഴും പൊടിയേക്കാൾ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുള്ള മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലൊരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒറിജിനൽ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് മില്ലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അവർ പൊടിപ്പിക്കുന്നത്. പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ അതുതന്നെ വാങ്ങിക്കാമെന്ന് മാത്രം. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്തിട്ടുണ്ട്, കുറച്ച് മതി. നമ്മൾ നീം ഓയിലും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോപ്പ് ഇടയിൽ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് മതി കേട്ടോ, സോപ്പ് കൂടണ്ട, ഒരു 2 ഡ്രോപ്പ് മതി. അതും കൂടെ മിക്സ് ആക്കുക. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇതൊരുവിധം വലിപ്പമുള്ളൊരു ഗ്ലാസ്സാണ്, ഇതിലൊരു 1/2 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളം, നല്ല പച്ചവെള്ളമല്ല, ചെറിയൊരു ചൂടുവെള്ളം. എന്ന് വെച്ചാൽ ചൂടും പാടില്ല തണുപ്പും പാടില്ല, ഇളം ചൂട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പെസ്റ്റിസൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിലൊരു വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 150 ml ഒക്കെ ഉണ്ടാവും വെള്ളം. ഒരുവിധം വലിപ്പമുള്ള ഗ്ലാസ് അല്ലേ, അപ്പോൾ ഇത് മതി. ഈ ഒരളവ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഒരു 1/2 ടീസ്പൂണാണ് നമ്മളിവിടെ എന്ത് ചേർത്തത്, നീം ഓയിൽ. പിന്നെ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്തു. പിന്നെ 2 ഡ്രോപ്പ് ഡിഷ് വാഷും. ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഈ ലിക്വിഡ് നന്നായിട്ട് മിക്സാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കൊരു ഉച്ചതിരിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ രാവിലെ 6 മണി ടൈം ആക്കിയില്ലേ, ആ സമയത്തോ നമുക്ക് നമ്മുടെ റോസാ ചെടിക്ക് നന്നായിട്ട് സ്പ്രേ ആക്കി കൊടുക്കാം. അത് ഇലയുടെ അടിയിലും മുകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് മുരടിച്ച് നിൽക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഇത് സ്പ്രേ ആക്കി കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേ കറക്റ്റ് ആ ഒരു റിസൾട്ട് വരുള്ളൂ. അപ്പോഴേക്കും നിർത്താനൊന്നും പാടില്ല. യൂസ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേടൊക്കെ വന്നിട്ടുള്ള ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ടിത് സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ റോസാ ചെടിയുടെ ഇലകളൊക്കെ ചിലപ്പോൾ മഞ്ഞ കളറിലൊക്കെ അല്ലെങ്കിൽ സ്പോട്ടുകളൊക്കെ ആയിട്ടൊക്കെ കേടുവന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ ഫുള്ള് നമ്മൾ ആദ്യം തന്നെ പറിച്ച് കളയുക. ചെടിച്ചട്ടിയിൽ വേറെ ഇലകളൊക്കെ പഴുത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി കളയുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൂ വിരിഞ്ഞിട്ട് പിന്നെ അത് വാടാനായിട്ട് നമ്മൾ കാത്തു നിൽക്കരുത്. അതിൻ്റെ ആ ഒരു നിറമൊക്കെ മങ്ങിയിട്ട് അത് കൊഴിയാനായി തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ഒരു കത്രിക വെച്ചിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് ആ 2 ഇലകളും കൂടെ കൂട്ടിയിട്ട് കുറച്ച് താഴെയായിട്ടൊന്ന് സിസർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ ഇങ്ങനെ കണ്ടോ മുളച്ച് വരും, ഇങ്ങനെ പുതിയ ബ്രാഞ്ചൊക്കെ വരും. അതിലൊക്കെ മുട്ടിടും, പൂവുണ്ടാവുകയൊക്കെ ചെയ്യും. നമ്മളത് കൊഴിയാനായിട്ട് കാത്തു നിൽക്കുമ്പോഴാണ് പിന്നെ അത് നന്നാവാതിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ റോസാ ചെടിയുടെ ചട്ടിയിലെ സൈഡിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, വളങ്ങളൊക്കെ നൽകുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ധാരാളം പൂക്കളൊക്കെ നമ്മുടെ റോസിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ കീടനാശിനികളൊക്കെ അത് നമ്മൾ ഇങ്ങനെ കീടങ്ങൾ വരാനായിട്ട് കാത്തു നിൽക്കാതെ ഒരു കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനത്തെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതുപോലത്തെ പെസ്റ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊതുവെ കീടബാധ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. വല്ലാതെ ഇങ്ങനെ മുരടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വരാതെ നോക്കുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി.
ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡിലാണെങ്കിൽ നമ്മൾ കായത്തിൻ്റെ പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കായം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, അത് കീടങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു പെസ്റ്റ് റിപ്പല്ലൻ്റ് ആണ്. അതായത് നമുക്ക് എല്ലാ കീടങ്ങളെയും അത് ദൂരെ നിർത്താൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അത് ഇതിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ബാക്ടീരിയ അതുപോലെ ഫംഗസ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമ്മുടെ ഈ ചെടികൾക്ക് വരാണ്ടിരിക്കാനും അതുപോലെ ഉറുമ്പുകളെയൊക്കെ ഒരു പരിധിവരെ അകറ്റാനൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു നീം ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇടവേളകളിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം നമുക്ക് സൂക്ഷിക്കാനൊന്നും പറ്റില്ല, അതത്ര നല്ലതല്ല. നമ്മൾ ഉണ്ടാക്കുക, അത് ഉപയോഗിക്കുക, ഒരു 5-6 മണിക്കൂറിനുള്ളിൽ എന്തായാലും അത് ഉപയോഗിച്ച് തീർക്കുക. അപ്പോൾ അത്രയ്ക്കും കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്താലേ മുരടിച്ച് നിൽക്കുന്ന റോസിനൊക്കെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്